അഖണ്ഡ ഭാരതം എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും കാണുന്ന ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. അത് യാഥാർത്ഥ്യമാകുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം നമുക്ക് പകരുന്നതുമാണ്. അഖണ്ഡ ഭാരതം എന്ന ആ രീതിയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ എല്ലാം കൂടി ഒന്നിക്കുകയാണ്. അതിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. അതിന് കാരണമായി മാറിയത് നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്. നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഒരു വകുപ്പ് തന്നെയുണ്ട്. നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് 1875-ലാണ്. 1875-ൽ നാം അവിഭക്ത, അതായത് അഖണ്ഡ ഭാരതമായിരുന്നു. ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എല്ലാം ചേർന്ന ഒരു അഖണ്ഡ ഭാരതമായിരുന്നു 1875-ൽ. അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തുടങ്ങിയത്. അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ ഹെൻറി ഫ്രാൻസിസ് ബ്ലാൻഫോർഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ദില്ലിയിലുള്ള മൗസം ഭവനാണ്. ഇപ്പോൾ അത് 149 വർഷമായി. 1875 ജനുവരി 15-നാണ് ഇത് സ്ഥാപിതമായത്. അപ്പോൾ 2024 ജനുവരി 15 കഴിയുമ്പോൾ ഇതിന് 150 വയസ്സാകും. അത് 150 വർഷത്തിൻ്റെ ആ ഒരു സെലിബ്രേഷനാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ആ സെലിബ്രേഷനിൽ പണ്ട് അത് രൂപീകരിച്ചപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മളുടെ കൂടെ ചേർന്ന് നിന്നിരുന്ന അഖണ്ഡ ഭാരതത്തിൽപ്പെടുന്ന ഈ പറയുന്ന രാജ്യങ്ങൾ നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എല്ലാവരും അതിൽ പങ്കെടുപ്പിക്കാൻ ഒരു ശ്രമം കേന്ദ്ര സർക്കാർ തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ ഈ വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ഇതിൽ പങ്കെടുക്കുമെന്നും അറിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. അഫ്ഗാൻ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ഉള്ളിടത്തെ ഒക്കെ പ്രതിനിധികളുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഒരു പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇതിനോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ 150 രൂപയുടെ ഒരു നാണയം പുറത്തിറക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും 1875-ൽ ബ്രിട്ടീഷുകാർ ഇത് സ്ഥാപിക്കുമ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു. ഈ പറയുന്ന മ്യാൻമാറും, ഭൂട്ടാനും, പാകിസ്ഥാനും, അഫ്ഗാനിസ്ഥാനും, നേപ്പാളും അടക്കമുള്ളതൊക്കെ ബ്രിട്ടീഷുകാരുടെ ഒരു കോളനിയായിരുന്നു. ശ്രീലങ്ക അടക്കം അതാണ് അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത്. ഏതായാലും അതിനൊരു വേദി ഒരുങ്ങുകയാണ്. വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഈ രാജ്യങ്ങൾ വീണ്ടും 150 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ രാജ്യങ്ങൾ, ഇല്ലെങ്കിൽ അതേ സ്ഥലങ്ങളിലുള്ളവർ, രാജ്യങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, നമ്മുടെ തന്നെ ഭാഗങ്ങളായിരുന്നത്, ഇന്ന് അവർ രാജ്യങ്ങളാണ്, സ്വതന്ത്ര രാജ്യങ്ങളാണ് ഇതിൽ പലതും. അപ്പോൾ അവരെല്ലാം കൂടെ വീണ്ടും ഒരു റീയൂണിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇതിന് മുൻകൈ എടുത്തത്. കേന്ദ്രം അതിന് പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. ഇപ്പോൾ അത് പാകിസ്ഥാൻ പങ്കെടുക്കുമെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം കാലാവസ്ഥാ നിരീക്ഷണത്തിൽ വലിയ സഹായങ്ങളാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഒപ്പം തന്നെ ലോകത്തെ കാലാവസ്ഥാ നിരീക്ഷണ പ്രക്രിയയിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.